ആറ്റം ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിജ്നി ഡൊമിനിക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു BFA എൻട്രൻസ് ഒക്കെ എഴുതി കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പല കോളേജസും നിങ്ങളോട് പോർട്ട്ഫോളിയോ കൊണ്ടുവരണം എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ പോർട്ട്ഫോളിയോ എന്നും എങ്ങനെയാണ് ഒരു നല്ല പോർട്ട്ഫോളിയോ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ BFA പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പോർട്ട്ഫോളിയോ വളരെ ഇമ്പോർട്ടൻ്റ്. പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് പോർട്ട്ഫോളിയോ ഉണ്ട്. ഒരു പ്രൊഫഷണൽ പോർട്ട്ഫോളിയോ ഡിഫറെൻ്റ് ആണ്. അതേസമയം നിങ്ങളൊരു പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണ്, നിങ്ങളൊരു അഡ്മിഷന് വേണ്ടി നിങ്ങൾ ഒരു കോളേജിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്ന പോർട്ട്ഫോളിയോ പോലെ ആയിരിക്കില്ല ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയതിനു ശേഷം നിങ്ങളുടെ പോർട്ട്ഫോളിയോ അറേഞ്ച് ചെയ്യേണ്ടത്. ഞാനിവിടെ സംസാരിക്കുന്നത് ഒരു സ്റ്റുഡൻറ്റ് അവർ പഠിക്കാൻ അഡ്മിഷന് വേണ്ടി പോകുമ്പോൾ അവരുടെ വർക്കുകളിലെ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളതിൻ്റെ കൂടെ ബെൽ ബട്ടണും അമർത്തണം, എന്നാലാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ ആർട്ടിനോട് താല്പര്യമുള്ളവർക്കും ആർട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുന്നേ ഞാനൊരു ചെറിയ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ചെയ്തത് ഗവൺമെൻറ് കോളേജസ്, അതായത് തിരുവനന്തപുരം, തൃശ്ശൂർ, മാവേലിക്കര, ഈ മൂന്ന് ഫൈൻ ആർട്സ് കോളേജസിൻ്റെയും അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമൻറ്റ് മാത്രമല്ല പലരും എന്നോട് സംശയമായിട്ട് ചോദിച്ചിരുന്നു, ഗവൺമെൻറ് കോളേജസ് ഇത് 3 മാത്രമാണോ, അപ്പോൾ RLV ഗവൺമെൻറ് കോളേജ് അല്ലേ, കാലടി ഗവൺമെൻറ് കോളേജ് അല്ലേ എന്നൊരു സംശയം ചോദിച്ചിരുന്നു. RLV കോളേജിൽ ഫൈൻ ആർട്സ് കോഴ്സ് മാത്രമല്ല ഉള്ളത്, അവിടെ മ്യൂസിക് ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, ഡാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലും ഒരുപാട് കോഴ്സസ് നടത്തുന്നുണ്ട്. അതിലൊരു കോഴ്സ് മാത്രമാണ് ഫൈൻ ആർട്സ് എന്ന് പറയുന്നത്. RLVയിലും അതെ, മറ്റു കോഴ്സുകൾക്കൊപ്പം നടത്തുന്ന വേറൊരു കോഴ്സാണ് ഫൈൻ ആർട്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ് കോളേജ് 3 ഗവൺമെൻറ് കോളേജസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫൈൻ ആർട്സ് കോഴ്സുകൾ മാത്രമാണ് നടത്തുന്നത്. അത് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡയറക്റ്റ് അണ്ടറിൽ വരുന്ന കോളേജസ് ആണ്. അപ്പോൾ അവരുടെ കോളേജസ്, ആ 3 കോളേജുകളിലും ഉള്ള ഡിസിഷൻസ് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കും. കാലടി ഫൈൻ ആർട്സ് കോളേജിൽ കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലും, അതുപോലെ RLV കോളേജ് RLVയുടെ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിലുമായിരിക്കും. പക്ഷേ ഇവരുടെ ഗ്രാജുവേഷൻ ഡിഗ്രി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതെല്ലാം തന്നെ ഗവൺമെൻറ് വാലിഡിറ്റി ഉള്ളതാണ്, അതുപോലെ UGC വാലിഡിറ്റി ഉള്ളതാണ്. അതിൻ്റെ കാര്യത്തിൽ ആർക്കും സംശയം ആവശ്യമില്ല. അപ്പോൾ ഈ 5 കോളേജസും ഗവൺമെൻറ് കോളേജസ് തന്നെയാണ്. ഈ ഫൈൻ ആർട്സ് തന്നെ പഠിപ്പിക്കുന്ന 3 കോളേജസ് മാത്രമുണ്ട്. അത് മാത്രമേ ഒരു ഡിഫറൻസ്. തിരുവനന്തപുരവും മാവേലിക്കരയും ഫൈൻ ആർട്സ് കോളേജസിലെ യൂണിവേഴ്സിറ്റി വരുന്നത് കേരള യൂണിവേഴ്സിറ്റിയാണ്. RLVയിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. തൃശ്ശൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ കാലടിയിൽ വരുന്നത് കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് അവരുടെ എക്സാം പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ്. അതിനെക്കുറിച്ച് കുറച്ച് ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട, RLVയും കാലടിയും ഒന്നും വാലിഡ് അല്ല, ബാക്കിയുള്ള കോളേജസ് ആണെന്നുള്ള ഒരു കൺഫ്യൂഷനൊന്നും വേണ്ട. 3 കോളേജസും അതിൻ്റെ കൂടെ RLVയും കാലടി, ഈ 5 കോളേജസ് തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയ കോളേജസ് ആണ്. അവിടുത്തെ സ്റ്റഡീസും എല്ലാം ഈക്വലി വാലിഡ് ആണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ആർക്കും ഡൗട്ട് വേണ്ട. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. പോർട്ട്ഫോളിയോ മേക്കിംഗ്. പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ഉണ്ടാക്കുക? ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ നമ്മളുടെ വർക്കിൻ്റെ, നമ്മളുടെ ആ ഒരു ഇൻട്രസ്റ്റ്, നമ്മളുടെ കഴിവിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ പോർട്ട്ഫോളിയോയിലൂടെ നമ്മളുടെ ഇൻ്റർവ്യൂ ബോർഡിനോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണിക്കാൻ ശ്രമിക്കേണ്ടത്. പോർട്ട്ഫോളിയോസ് നിങ്ങൾക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. ഒറിജിനൽ വർക്ക്സ് വെച്ചിട്ട് മാത്രം നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാം. പലപ്പോഴും നമ്മൾ ഒറിജിനൽ വർക്ക്സ് മാത്രം കൊണ്ടുപോകാൻ പറ്റാത്ത അത്രയും വലിയ സൈസിലുള്ള വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, വലിയ വർക്കാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങൾക്ക് ഒരു ചെറിയ ഫയലിൽ അതിനെ ഒതുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അതിൻ്റെ ഒരു നല്ല ക്വാളിറ്റി ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് ആ ഫോട്ടോഗ്രാഫാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വെക്കേണ്ടത്. അപ്പോൾ പോർട്ട്ഫോളിയോ നമുക്ക് ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ഒരു മിനിമം നിങ്ങൾക്കൊരു 12 വർക്കും മാക്സിമം ഒരു 20 വർക്ക് വരെ നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. പോർട്ട്ഫോളിയോ
ഒരേ ടൈപ്പ് വർക്ക് മാത്രം വെക്കാതെ ഒരു മിനിമം ഒരു 4 ഡിഫറെൻറ്റ് മീഡിയംസ് ഉപയോഗിച്ചിട്ടുള്ള വർക്കുകൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പലപ്പോഴും ചിലർ ചാർക്കോൾ മാത്രം വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. അവർക്ക് ചാർക്കോളിൽ മാത്രമായിരിക്കും ഭയങ്കര കോൺഫിഡൻസിൽ വർക്ക് ചെയ്യാൻ പറ്റുക. പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ, നിങ്ങളൊരു BFA അഡ്മിഷന് വേണ്ടിയിട്ട് ആർട്ട് കോളേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട പോർട്ട്ഫോളിയോയിൽ ബാക്കി നിങ്ങൾക്ക് അത്രയും കംഫർട്ടബിൾ അല്ലെങ്കിലും ഡിഫറെൻറ്റ് മീഡിയത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കുകൾ കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത് നന്നായിരിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ ടൈപ്പ് വർക്ക് മാത്രം വയ്ക്കാതെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈപ്പ് വർക്കുകളാണ് നമ്മളൊരു പോർട്ട്ഫോളിയോയിൽ കറക്റ്റായിട്ട് വെക്കേണ്ടത് എന്ന് ഞാനിപ്പോൾ പറയാം. ഫസ്റ്റ് തന്നെ ഒബ്സർവേഷണൽ വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് വരയ്ക്കുന്നത് നേച്ചർ സ്റ്റഡി ആവാം, സ്റ്റിൽ ലൈഫ് ആവാം, അതുപോലെ ലൈഫ് സ്റ്റഡി ആവാം. ഇതേമാതിരി നമ്മൾ നോക്കി വരയ്ക്കുന്ന സംഭവങ്ങൾ. ഈ ഒബ്സർവേഷണൽ സ്റ്റഡിയിൽ നമ്മൾ ഫോട്ടോഗ്രാഫ്സ് വരച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് നിങ്ങൾ ഡയറക്റ്റ് ആ ലൈഫ് നോക്കി വരച്ച് ചെയ്തിട്ടുള്ളതായിരിക്കണം. അതുപോലെ ഈ ഒബ്സർവേഷണൽ സ്റ്റഡിയിൽ പലരും ആർട്ടിസ്റ്റുകളുടെ വർക്ക്, ഓൾറെഡി ആർട്ടിസ്റ്റുകളായിട്ടുള്ളവർ വരച്ചിട്ടുള്ള വർക്കുകൾ വെക്കാറുണ്ട്. പക്ഷേ അധികവും നിങ്ങൾ അങ്ങനത്തെ വർക്കുകൾ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ തന്നെ വർക്കുകളായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വർക്ക്, വേറൊരു ആർട്ടിസ്റ്റിനെ കോപ്പി ചെയ്തിട്ടുള്ള വർക്കുകൾ പരമാവധി നിങ്ങളെ അവോയ്ഡ് ചെയ്യണം. നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് വരച്ചിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം. അപ്പോൾ ആ ടൈപ്പിൽ വരുന്ന വർക്കുകൾ ഒരു 3-4 എണ്ണം മതിയാവും, മാക്സിമം ഒരു 5 എണ്ണം. എല്ലാ ലൈഫ് സ്റ്റഡി മൊത്തം 5 എണ്ണം അങ്ങനെ വെക്കാതെ ഒരു 2 ലൈഫ് സ്റ്റഡി, 2 സ്റ്റിൽ ലൈഫ്, 2 നേച്ചർ സ്റ്റഡി, അങ്ങനെയായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ വർക്കിന് വെക്കാൻ വേണ്ടിയിട്ട്. ഒരേ ടൈപ്പുള്ള ഒരേ പാറ്റേണിലുമുള്ള വർക്കുകൾ നിങ്ങൾ നിറയെ വെക്കരുത്. ഡിഫറെൻറ്റ് പാറ്റേൺസിലുള്ള വർക്കുകൾ വെക്കാൻ ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ഇൻസ്പിരേഷണൽ വർക്ക്സ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് വർക്ക്സ്. നിങ്ങളുടെ സ്വന്തം ഐഡിയാസ് നിങ്ങൾ ഇമാജിൻ ചെയ്ത് അതിനെ വർക്കിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള സംഭവങ്ങളായിരിക്കണം ഈ ഒരു ഹെഡിങ്ങിൽ നിങ്ങൾക്ക് വരേണ്ടത് ഇൻസ്പിരേഷണൽ വർക്ക്സിൽ. അത് എന്തായാലും നമ്മൾ 1-2 എണ്ണം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. തീരെ അങ്ങനത്തെ വർക്കുകൾ ചെയ്ത് ശീലിക്കാത്ത ആൾക്കാർ നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനത്തെ വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നിങ്ങൾ പഠിക്കാൻ പോകുന്നത് BFA ആണ്, ഒരു പ്രൊഫഷണൽ ഫൈൻ ആർട്സ് കോഴ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള വർക്കുകൾ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റഡീസ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്നിക്കൽ സ്കില്ല് ഇമ്പ്രൂവ് ആവും എന്നല്ലാതെ നിങ്ങളുടെ ഐഡിയാസ് നിങ്ങളെങ്ങനെ വർക്കിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതും കൂടി അറിയാനുള്ള താല്പര്യം നിങ്ങളുടെ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർക്കും അതുപോലെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ കാണുന്നവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമാജിനേറ്റീവ് വർക്കുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ആസ് എൻ ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള നിങ്ങളുടെ ഒരു ചിന്താധാരയെയും നിങ്ങളുടെ ആ വർക്കിലേക്ക് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുവരാനുള്ള കഴിവിനെയും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ കാണുന്നവർക്ക് എളുപ്പം സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മളൊരു 3-4 വർക്ക് ഇൻസ്പിരേഷണൽ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളതോ ക്രിയേറ്റീവ് ആയിട്ടുള്ളതോ വർക്കുകൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അത് ഏത് മീഡിയത്തിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഡിഫറെൻറ്റ് മീഡിയംസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്സർവേഷണൽ വർക്ക്സിലും നിങ്ങൾക്ക് പല മീഡിയംസും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഒരേ മീഡിയത്തിലുള്ള വർക്കുകൾ മാത്രം വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 4 ഡിഫറെൻറ്റ് മീഡിയംസ് എങ്കിലും ട്രൈ ചെയ്തിട്ടും അതിൽ ചെയ്തിട്ടുള്ള വർക്കുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഗ്രാഫിക്സ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, സ്കൾപ്ചർ ചെയ്യുന്നവരുണ്ടായിരിക്കും, ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് 3ാമത്തെ സെക്ഷനിൽ ഈ മാതിരിയുള്ള ഫോട്ടോഗ്രാഫി വർക്കുകളോ ഫോട്ടോഗ്രാഫ്സോ, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് പ്രിൻ്റ് എടുത്തത് നിങ്ങൾ സ്വന്തമായിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കണം. ആ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുള്ള അതിൻ്റെ ഇമേജസ് നിങ്ങൾക്ക് വെക്കാം. ഗ്രാഫിക്സ് വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഗ്രാഫിക്സ് വർക്കിൻ്റെ ഇമേജസ് നിങ്ങൾക്ക് വെക്കാം. സ്കൾപ്ചർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ സ്കൾപ്ചർ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഒറിജിനൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും അതിൻ്റെ ഇമേജസ് ആയിരിക്കണം നിങ്ങൾ വെക്കേണ്ടത്. ഇമേജസ് ഇതേപോലെ നിങ്ങൾ ഈ സ്കൾപ്ചറിൻ്റെയും അതുപോലെയുള്ള 3D ഒബ്ജക്ട്സുകളുടെ ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൾപ്ചറിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ
അതിൻ്റെ ഒരു 3 വ്യൂസ് നിങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കാണുന്നവർക്ക് അതിൻ്റെ കറക്റ്റ് ഒരു വ്യൂ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഫോട്ടോഗ്രാഫ്സ് എടുക്കുക. നിങ്ങളുടെ വർക്കിനെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്ന, നിങ്ങളുടെ വർക്കിലേക്ക് നമുക്ക് കാണുന്ന ആളുകൾക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ഡിസ്റ്റർബൻസ് പലപ്പോഴും ചിലപ്പം നിങ്ങൾ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് നിറയെ ഫ്ലവറൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഒരു സ്കൾപ്ചർ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ വർക്ക് ഓഫ് ആർട്ടിലേക്ക് ആയിരിക്കില്ല നമ്മുടെ ശ്രദ്ധ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ വർക്ക് ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ അതിന് കറക്റ്റായിട്ട് സിമ്പിളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, എപ്പോഴും പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് നന്നായി ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള ഫോട്ടോഗ്രാഫ്സ് എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ സ്കൾപ്ചറിൻ്റെ വെക്കുമ്പോൾ ഒരു 3-4 സ്കൾപ്ചറിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാവുന്നതാണ്. ഇനി ചിലർ സ്കെച്ച് ബുക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒരു സ്കെച്ച് ബുക്ക് നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. നോർമലി സ്കെച്ച് ബുക്കിൻ്റെ ആവശ്യമില്ല. ഇത്രയും തന്നെ വന്നാൽ തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും. പിന്നെ ആർട്ട് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. അത് പ്രൊഫഷണലി നിങ്ങൾ ആർട്ടിസ്റ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എഴുതാം. അത് നമ്മൾ പ്രൊഫഷണൽ പോർട്ട്ഫോളിയോയിലാണ് ഇൻക്ലൂഡ് ചെയ്യിക്കുക. ഇനി പലർക്കും സംശയമുണ്ട് സർട്ടിഫിക്കറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളത്. സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നോർമലി നമ്മൾ വെക്കാറില്ല. അത് സർട്ടിഫിക്കറ്റ്സുകളുടെ നമ്മൾ വേറെ സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് വെക്കുമല്ലോ, അതിലാണ് നമ്മൾ സാധാരണ വെക്കാറ്. ഇനി ഒരു ചെറിയ ബയോഡാറ്റ, നിങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു ബയോഡാറ്റ നിങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ വിഭാഗത്തിൽപ്പെട്ട വർക്കുകളും നിങ്ങളിങ്ങനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടാവുകയും ചെയ്യും. അത് കാണുന്ന ആളുകൾക്ക് ഈ ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങളുടെ ഇൻ്റർവ്യൂവർക്കോ അത് അസസ് ചെയ്യുന്ന ആളുകൾക്കോ കിട്ടാൻ എളുപ്പമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു വർക്കിൻ്റെ ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ വെക്കുന്നത് എങ്കിൽ ആ വർക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ അവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അത് ഏത് മീഡിയം ഉപയോഗിച്ച് ചെയ്തതാണ്, അതിൻ്റെ കറക്റ്റ് സൈസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടും ആ വർക്കിന് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ആ പേരടക്കം നിങ്ങൾ വ്യക്തമായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ഇനി ഒറിജിനൽ വർക്ക് വെക്കുകയാണെങ്കിലും നിങ്ങൾ അതിൻ്റെ മീഡിയവും പേരും സൈസും നിങ്ങൾ കൊടുക്കുക. ഏത് വർക്ക് വയ്ക്കുമ്പോഴും അതിൻ്റെ പേര്, അതിൻ്റെ മീഡിയം, നിങ്ങളത് ഉപയോഗിച്ചിരിക്കുന്ന മീഡിയം, അതുപോലെ തന്നെ ആ വർക്കിൻ്റെ സൈസ് നിങ്ങൾ എഴുതുക. അതുകൂടി വന്നാലാണ് നമ്മളുടെ വർക്കിന് കംപ്ലീറ്റ് ആയിട്ടൊരു കംപ്ലീറ്റ് ലുക്ക് വരികയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളാണ് ഒരു പോർട്ട്ഫോളിയോ നിങ്ങളൊരു ആർട്ട് കോളേജിൻ്റെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. വളരെ മിനിമം വർക്കുകൾ വെക്കാതെ നിങ്ങളൊരു ഏറ്റവും കുറഞ്ഞത് ഒരു 12 വർക്കെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ആ 12 വർക്കുകൾ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുക. പിന്നെ പലരും ചെളി പിടിച്ചതും അതുപോലെ ചുളിഞ്ഞു പോയതുമായിട്ടുള്ള വർക്കുകളൊക്കെ വെക്കുന്നത് കാണാറുണ്ട്. അങ്ങനെയുള്ളതൊന്നും വെക്കരുത്. നിങ്ങളുടെ വർക്കുകൾ വളരെ നീറ്റായിരിക്കണം, നല്ലതായിരിക്കണം. അങ്ങനെ റഫായിട്ട് ചെയ്യുന്ന വർക്കുകളൊന്നും നിങ്ങൾ വെക്കരുത്. നിങ്ങൾ ആ വർക്കിന് അതിൽ നിന്നൊക്കെ നിങ്ങൾ ഈ പോർട്ട്ഫോളിയോ വഴി നിങ്ങളുടെ കലയോടുള്ള നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങളുടെ ആ റെസ്പെക്റ്റാണ് കാണിക്കേണ്ടത്. നിങ്ങളിങ്ങനെ ചുക്കി ചുളിഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ സൈഡ് കീറിയതോ ഒക്കെ ആയിട്ടുള്ള വർക്കുകൾ വെക്കുമ്പോൾ പലപ്പോഴും അത് നിങ്ങൾക്ക് അത്രയും അതിനോടുള്ള ഒരു ആത്മാർത്ഥത കുറവിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ കുറവിൻ്റെയോ ഒക്കെ കാര്യങ്ങളായിരിക്കും അതിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും എത്ര നല്ല വർക്കാണെങ്കിലും അഴുക്ക് പിടിച്ചതോ അല്ലെങ്കിൽ സൈഡ് കീറിയതോ ആയിട്ടുള്ള വർക്കുകൾ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ല നീറ്റായിട്ടുള്ള വർക്കുകൾ തന്നെ വെക്കുക. അപ്പോഴാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് ആ ഒരു പ്രൊഫഷണൽ ലുക്ക് വരികയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു പോർട്ട്ഫോളിയോ മേക്കിങ്ങിൽ ഒരു സ്റ്റുഡൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ നല്ലൊരു പോർട്ട്ഫോളിയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ വർക്കിനെക്കുറിച്ചും ഒക്കെ കാണുന്ന ആളുകൾക്ക് വേഗം മനസ്സിലാവും. അത് നിങ്ങൾക്ക് എപ്പോഴും അത് നിങ്ങളുടെ റിസൾട്ടിനെ നന്നായി എഫക്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.